നമ്മുടെ സീറോ എക്സ്പെൻസ് ഗാർഡൻ മേക്ക് ഓവറിന്റെ പാർട്ട് 4 ആണ് ഇത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് ഇന്ന് കുറച്ച് ചെടിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു 5-6 ചെടിച്ചട്ടികൾ ഉണ്ടായിരുന്നേ. അന്നേ പിന്നെ എന്തായാലും നമ്മൾ ഗാർഡൻ മേക്ക് ഓവർ ചെയ്യാം. അപ്പൊ അതൊക്കെ കൂടി ഒന്ന് നിറച്ച് വെച്ചേക്കാന്ന് വിചാരിച്ചു. നിറച്ച് കഴിഞ്ഞപ്പം ഈ ചട്ടിയെല്ലാം കൂടെ എങ്ങോട്ട് തള്ളിക്കയറ്റി എന്നായിരുന്നു എന്റെ അടുത്ത കൺഫ്യൂഷൻ. അകത്ത് വെക്കണോ പുറത്ത് വെക്കണോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അകത്ത് വെച്ചാൽ ഏകദേശം നമ്മുടെ ആ ഒരു റെഫറൻസ് പിക്ക് പോലൊക്കെ ആകും. അന്നേ ഞാൻ വിചാരിച്ചു ഇപ്പൊ തൽക്കാലം പുറത്തിരിക്കട്ടെ, അവസാനത്തെ കൊത്തുപണികളെല്ലാം പാർട്ട് 5 ഇൻക്ലൂഡ് ചെയ്യാന്ന്. ഈ ചട്ടിയിലെല്ലാം പരസ്പര ബന്ധമില്ലാത്ത ചെടികളാണ് ഞാൻ നട്ടു കൊടുക്കുന്നത്. ഒന്നില് ബോഗൻവില്ല, ഒന്നിലൊരു റോസ, പിന്നെ ഒന്നിലൊരു ഇലച്ചെടി. സൈഡിൽ നിന്ന് ഒരാൾ എന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അമ്മയ്ക്കാണ് ഈ റോസയൊക്കെ ഇഷ്ടം. അതുകൊണ്ട് ഈ ഫുള്ള് ചട്ടിയിൽ റോസ വെക്കാൻ അമ്മ എന്നോട് പറഞ്ഞു. എനിക്ക് ഈ പൂക്കളുള്ള ചെടീനെക്കാട്ടിലും ഒന്നുകൂടി ഇഷ്ടം ഇലച്ചെടികളാണ്. എന്ന് വെച്ച് പൂക്കളുള്ള ചെടി ഇഷ്ടമല്ല എന്നല്ല, എന്നാലും ഒരു പൊടിക്ക് കൂടുതൽ ഇഷ്ടം ഇലച്ചെടികളാണ്. ഞാൻ എങ്ങനെയൊക്കെ ഉള്ള ചട്ടിയുടെ അളവിൽ കറക്റ്റ് മണ്ണെടുത്താലും എങ്ങനെ പോലും ലാസ്റ്റ് ഒരു ചട്ടി മണ്ണ് മിച്ചം വരും. അങ്ങനെ അതൊരു ചട്ടിയിലാക്കി ഞാൻ മാറ്റി വെച്ചു. ഈ ഒരു ആർച്ച് ഏരിയയിൽ സിങ്കോണി ഇങ്ങനെ വളർന്ന് നിൽക്കുന്നതുകൊണ്ട് ആ ആർച്ചിന് ഒരു എടുപ്പില്ല. അങ്ങനെ അത് വെട്ടിമാറ്റുന്ന വഴി എന്റെ കൈയും ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. പിന്നെ വെട്ടിയതെല്ലാം കൂടെ ഞാൻ തൂത്തു കൂട്ടിയിട്ടു. ഇപ്പൊ ആർച്ചിന് ഒരു ചെറിയ എടുപ്പുണ്ടല്ലേ. അപ്പൊ ഇനി അടുത്ത പാർട്ടി കാണാം.